ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ നല്ല ഫ്രണ്ടും ഉത്തമ സുഹൃത്തുമായിട്ടുള്ള ട്രംപ് ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഒരു പണി തന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യക്ക് മേൽ 25% വ്യാപാര നികുതി ചുമത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ചങ്ങാത്തത്തിന്, അതായത് റഷ്യയുമായിട്ട് നമ്മൾ നടത്തുന്ന പ്രതിരോധ എനർജി ഡീലുകൾക്കൊക്കെ ഇന്ത്യക്ക് പിഴ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പിഴ അല്ലെങ്കിൽ ഫൈൻ എത്രത്തോളമാണ്, എന്താണ്, ഏത് രീതിയിലാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിതിൽ ലഭിച്ചിട്ടില്ല. അതായത് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറ് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ചർച്ച വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ അവസാനിക്കും, അല്ലെങ്കിൽ അതിനൊരു ഫൈനലൈസേഷൻ ഉണ്ടാകും എന്നുള്ളൊരു തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യക്കെതിരെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള. ഓഗസ്റ്റ് 1 മുതൽ അമേരിക്ക ചുമത്തുന്ന നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇളവില്ലെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിലും എക്സ്ട്രാ ഫൈൻ, ഇന്ത്യക്ക് പിഴയടിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്തും ഫസ്റ്റ് ടെനുവറിലും ഇന്ത്യക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അദ്ദേഹം അഴിച്ചുവിടുകയുണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യയുമായിട്ട് വ്യാപാരം ചെയ്യാൻ അനുയോജ്യമായ ഒരു രാജ്യമല്ല ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടാരിഫ് അല്ലെങ്കിൽ ടാക്സ്, വ്യാപാര നികുതി അല്ലെങ്കിൽ വ്യാപാര ചുങ്കം ചുമത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയുടെ കമ്പനികൾക്കൊന്നും ഇന്ത്യയിൽ വ്യാപാരം നടത്തുവാനോ അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടത്തുവാനോ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒത്തിരി പിന്നെ കംപ്ലൈന്റുകൾ ട്രംപ് ആ സമയത്തും അതുപോലെ തന്നെ ഇപ്പം രണ്ടാമത് വന്ന സമയത്തും ഒക്കെ തന്നെ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ എന്താണ് പറയുക വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ വ്യാപാര നിലപാടുകൾക്കെതിരെ, കാരണം ഇന്ത്യ ശരിക്കും പറഞ്ഞൊരു ഹൈലി ശരിക്കും പറഞ്ഞൊരു പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള, നമ്മളെ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ തുറന്ന് ഏഹ്, കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഒത്തിരി ചെറുതും ഇടത്തരമായിട്ടുള്ള വ്യവസായങ്ങളും ബിസിനസ്സുകളും ഒക്കെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ബിഗ് ഇൻഡസ്ട്രീസിന് തന്നെ, ഇപ്പോൾ സ്റ്റീലിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക്, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള വ്യാപാര സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള വ്യവസായത്തെ ഭയങ്കരമായി ബാധിക്കുകയും നമുക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സമ്പദ് മേഖലയിൽ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഹെവിലി പ്രൊട്ടക്റ്റഡ് ആണ് എക്കോണമിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. അപ്പം അതിനകത്തിൽ അമേരിക്ക ശരിക്കും ആശങ്കയുണ്ട്. ആശങ്കയല്ല, അവർക്ക് ശരിക്കും മുറമുറപ്പുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ അവരുടെ ഒരു സ്വതന്ത്ര വിഹാര കേന്ദ്രമാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട്. ട്രംപ് മാത്രമല്ല, അതിനു മുമ്പുള്ള അഡ്മിനിസ്ട്രേഷൻസ് എല്ലാം തന്നെ അവർ വളരെയധികം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയെ കൂടുതൽ ലിബറലൈസ് ചെയ്യാനും ഇന്ത്യയെ പ്രൈവറ്റൈസ് ചെയ്യാനൊക്കെ തന്നെ. പക്ഷേ ഇന്ത്യ വളരെ കോഷ്യസ് ആണ് അക്കാര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മളുടെ വളർച്ച വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം ചൈനയെ പോലുള്ള രാജ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റേറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തോടു കൂടിയാണെങ്കിൽ തന്നെയും എക്കോണമിയും അവർ നല്ലൊരു പിന്നെ പരിധിവരെ ലിബറലൈസ് ചെയ്യുകയും പ്രൈവറ്റൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടായത് എന്നുള്ളൊരു വൈരുദ്ധ്യങ്ങൾ അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മൾ ലിബറലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാനോ പ്രൈവറ്റൈസ് ചെയ്യാനോ നമുക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞൊരു നിലപാടിനെതിരെ ട്രംപും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ, അറ്റാക്കുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക 25% നികുതി ചുമത്തും. അതുപോലെ തന്നെ റഷ്യയുമായിട്ട് നമ്മൾ പുലർത്തുന്ന വളരെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻസ്, അത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റഷ്യൻ എനർജി, ഓയിൽ ഒക്കെ വാങ്ങിച്ച് റഷ്യയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പരിഭവം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന്. ട്രംപ് മറ്റുള്ള പ്രസിഡന്റും
നേരത്തെയുള്ള പ്രസിഡന്റുമാരെ അപേക്ഷിച്ച് വളരെ ബ്ലണ്ടായിട്ട് പിന്നെ സംസാരിക്കുന്നൊരു പ്രസിഡന്റ് ആയതുകൊണ്ട് നമുക്ക് അവരുടെ ചില നയങ്ങൾ കൃത്യമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അല്ല അവരുടെ നിലപാടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ള പ്രസിഡന്റുമാരൊക്കെ തന്നെ വളരെ ഒഫീഷ്യലായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഇദ്ദേഹം വളരെ അൺഒഫീഷ്യലായിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും പിന്നെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പലതും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലും നമുക്ക് മേൽ പിഴ ചുമത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള പിഴയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പിഴ ഫൈൻ ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടില്ല. അതുപോലെ തന്നെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇന്ത്യ ഈസ് അമേരിക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും നമുക്ക് പണി തരുന്ന കാര്യത്തിൽ അമേരിക്ക ഒട്ടും പുറകിലല്ല, അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്താണെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ എങ്കിൽ തന്നെ ഇന്ത്യയുമായി അമേരിക്ക കൂടുതൽ ബിസിനസ് നടത്താറില്ലെന്ന്. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബിസിനസ്സിന് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ബിസിനസ്സിന് അമേരിക്കൻ കമ്പനികൾക്കും കോർപ്പറേഷൻസിനും അല്ലെങ്കിൽ വ്യവസായങ്ങൾക്കൊക്കെ ബിസിനസ് ചെയ്യാൻ അനുകൂലമല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് വളരെ കൂടുതലായിട്ടുള്ള നീതി ചുമത്തുന്നതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് കൂടുതൽ ബിസിനസ് നടത്താറില്ലെന്നാണ് ട്രംപ് പ്രസ് മീറ്റിംഗിലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. കാരണം ഇന്ത്യ കൂടുതൽ നികുതി ചുമത്തുന്ന അല്ലെങ്കിൽ ചുങ്കം ചുമത്തുന്ന, താരിഫ് ചുമത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാരണത്താൽ അത് സാധ്യമല്ല. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ത്യ ചുമത്തുന്നതെന്നും ആണ് പറയുന്നത്. അത് ശരി തന്നെ ആയിരിക്കാം, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കഠിനവും മോശമായിട്ടുള്ള വാണിജ്യ രീതികളാണ് ഇന്ത്യക്കുള്ളത് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പിന്നെ വാണിജ്യത്തിൽ അമേരിക്കയ്ക്ക് വാണിജ്യം കമ്മിയാണെന്നും ട്രംപ് പറയുന്നുണ്ട്. അതായത് ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ പറയും. അതും ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ അമേരിക്കയിലെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും അമേരിക്കയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്കാണ് വ്യാപാര കമ്മിയുള്ളത്. അത് തീർച്ചയായിട്ടും അതിനൊരു സത്യത്തിൻ്റെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ വശമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം ട്രംപിനെ അമേരിക്കയും വളരെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ പിന്നെ എണ്ണ വാങ്ങിക്കുകയും അതുപോലെ തന്നെ ആയുധങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യ വാങ്ങിക്കുന്ന ആയുധങ്ങൾ കൂടുതൽ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാനുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ളൊരു പോളിസി മാറ്റം കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ട്രംപിനും വളരെയധികം സന്തോഷവും താല്പര്യവുമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള ഈ ബന്ധം നമ്മൾ തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് മേൽ ഈ ടാരിഫിന് പുറമെ ചില ഫൈൻ അല്ലെങ്കിൽ ചില പിഴകൾ ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ അധികവും വാങ്ങുന്നത് ഇപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്ന് തന്നെയാണ്. വളരെ കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതും. അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ പിന്നെ എണ്ണ വ്യാപാരവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയും ഇന്ത്യയുമാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യയെ ഇപ്പോൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന രണ്ട് രാജ്യങ്ങൾ. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ ഒന്നുകൂടെ ശക്തിപ്പെടുകയും അല്ലെങ്കിൽ ആഴത്തിലാകുകയും ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ റഷ്യയായിട്ട് ട്രഡീഷണലായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് വലിയ അതിശയങ്ങളൊന്നുമില്ല. പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം കൂടുതൽ ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ റഷ്യ ഇന്ത്യക്ക് എണ്ണ തരാമെന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ, കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ്, നമുക്ക് എനർജി വേണം. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാവസായികവൽക്കരണത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്കും നമുക്ക് എണ്ണയും എനർജി അത്യാവശ്യമാണ്. അത് ഏറ്റവും കുറഞ്ഞ വിലയിലും ബെറ്റർ ആയിട്ടുള്ള ഡീൽ നമുക്ക് അവിടെ കിട്ടുന്നു, അവിടെ നമ്മൾ മേടിക്കും. അതാണ് ഇന്ത്യയുടെ ചിരകാലമായിട്ടുള്ള പോളിസി. അല്ല ഒരു രാജ്യമായിട്ടും പ്രത്യേകിച്ച് നമ്മൾ മമത പുലർത്തുകയോ അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെ പേരിലൊന്നും നമ്മൾ ഈ പറഞ്ഞ വ്യാപാരങ്ങൾ നമ്മൾ ഏർപ്പെടാറില്ല എന്നുള്ളൊരു സത്യങ്ങളുണ്ട്. അപ്പോൾ ഇത് പിന്നെ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ഇതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു സമേഷൻ അല്ലെങ്കിൽ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രംപ് അന്ന് മുതലേ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു രാജ്യം ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ട്രംപ് ഇടപെട്ടില്ല, അമേരിക്ക ഇടപെട്ടില്ല.
അതിനകത്തിൽ യാതൊരു സത്യവുമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെയും ഡിക്ലെയർ ആയിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ട്രംപ് ഇപ്പോഴും ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കംബോഡിയ തായ്ലാന്റ് വിഷയത്തിലും പറഞ്ഞത് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നിർത്തിയതുപോലെ ഞാൻ ഇവിടെ ഇടപെടാൻ തയ്യാറാണ്, സമാധാനം പുനഃസ്ഥാപിക്കാൻ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഒരു ഏഹ്, എന്താണ് പറയുന്നത്, ഒരു പുള്ളി ആ രീതിയിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള എന്താണ് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്കില്ല. അത് സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ട്രംപ് പറയുന്നത് ഞാൻ ഇടപെട്ടുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത്, ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു രാജ്യത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകാതെ തന്നെ നമ്മളുടെ സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പാകിസ്ഥാനെതിരെ അവസാനിപ്പിച്ചതെന്നാണ്. ആം, ട്രംപിന്റെ ആ ഒരു എന്താണ് പറയുന്നത് അവകാശവാദത്തെ എതിരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മുതൽ ഇങ്ങോട്ട് ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഡിക്ലറേഷനും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ 25% വ്യാപാര നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തിരിച്ചടിയാണ്, നല്ലൊരു പ്രഹരമാണ്. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമുക്ക് ഇനിയും ലഭിക്കാൻ സാധ്യതയുള്ള ആ ഒരു ഫൈൻ, എക്സ്ട്രാ ഫൈൻ, പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യ റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഫൈൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാന ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.